എല്ലാവർക്കും നമസ്കാരം. ജനുവരി 2 തൊട്ട് സംസ്കൃതത്തിന് വേണ്ടിയുള്ള ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ് നൽകുന്നത്. കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ഈ ക്ലാസ് യൂസ്ഫുൾ ആവുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 ചാപ്റ്റർ 3 ആമുഖമാണ്. നോക്കിക്കോളൂ. വൈദിക കാലാധാരഭ്യ വേദകാലം മുതൽക്ക് ഔഷധ സസ്യങ്ങളുടെ രസഗുണാദി വൈശിഷ്ട്യം, രസം, ഗുണം മുതലായ സവിശേഷതയെക്കുറിച്ച് കുറിച്ച് അസ്മാത് പൂർവികാഹ നമ്മുടെ പൂർവികർ ജ്ഞാനം സമ്പാദിതവന്തഃ അറിവ് സമ്പാദിച്ചവരായിരുന്നു. വനേചര ഗോപാലകാധ്യഃ വനേചരന്മാരും പശുപാലകന്മാരുമായ ജനാഹ ജനങ്ങൾ ഏവ ഏതേഷാം തന്നെയാണ് ഇവയുടെ എന്ന് പറഞ്ഞാൽ ഔഷധങ്ങളുടെ നാമഗുണ രൂപവൈശിഷ്ട്യാനി പേര്, ഗുണം, രൂപം, സവിശേഷത മുതലായവ പ്രഥമതയാം ആദ്യമായി ജ്ഞാതവന്തഃ അറിഞ്ഞവർ. വനോകോപ്യഃ വനവാസികൾക്ക് പ്രാപ്തമിതം ലഭിച്ച സസ്യാനാം ഈ സസ്യങ്ങളുടെ ആകൃതി, ഗുണനാമാദികം ആകൃതി, ഗുണം, നാമം മുതലായവയുടെ വിജ്ഞാനം അറിവ് സ്വീകരിച്ചുകൊണ്ട് പശ്ചാത് പിന്നീട് ശാസ്ത്രജ്ഞന്മാർ സംസ്കരിച്ച് അഥവാ പരിഷ്കരിച്ച് ശാസ്ത്രാന്തരേഷു മറ്റു ശാസ്ത്രങ്ങളിൽ പ്രദർശിപ്പിച്ചു. ഏവം സസ്യാനാം ഇപ്രകാരം സസ്യങ്ങളുടെ ഔഷധഗുണാധികം അധികൃത്യ ഔഷധഗുണത്തെ ആധാരമാക്കിക്കൊണ്ട് വിരചിതേഷു രചിക്കപ്പെട്ട സംസ്കൃത ഗ്രന്ഥങ്ങളിൽ പ്രമുഖാഃ ഭവന്തി പ്രസിദ്ധങ്ങളാകുന്നു. ധന്വന്തരി നിഘണ്ടു, രാജനിഘണ്ടു, ഭാവപ്രകാശ നിഘണ്ടു, മദനപാല നിഘണ്ടു, ദ്രവ്യഗുണ സംഗ്രഹഃ, ഔഷധ നിഘണ്ടു ഇത്യാദയഃ. ഏതൊക്കെയാണ് പ്രസിദ്ധങ്ങളായ സംസ്കൃത ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്? ധന്വന്തരി നിഘണ്ടു, രാജനിഘണ്ടു, ഭാവപ്രകാശ നിഘണ്ടു, മദനപാല നിഘണ്ടു, ദ്രവ്യഗുണ സംഗ്രഹ, ഔഷധ നിഘണ്ടു മുതലായവയാണ്. ഏവം കേരളേഷു ഇപ്രകാരം കേരളത്തിലുള്ള വിദ്യമാനാനാം ധാരാളം സസ്യങ്ങളുടെ ബഹൂനാമപി സസ്യാനാം ധാരാളം സസ്യങ്ങളുടെ മഹത്വം പ്രകാശനായ പ്രാധാന്യം പ്രകാശിപ്പിക്കുന്നതിനായിക്കൊണ്ട് വിരചിതം രചിക്കപ്പെട്ട ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന് പറയുന്ന ഗ്രന്ഥം അത്ര പരിചിനുമഹ ഇവിടെ നമുക്ക് പരിചയപ്പെടാം എന്നാണ് പറയുന്നത്. അടുത്തതും കൂടി ഒന്ന് പറഞ്ഞു നോക്കാം. അനുവാചകാഃ അല്ലയോ അനുവാചകരെ, ഇദാനീം ഇപ്പോൾ ഭവതാം ഹസ്തേഷു നിങ്ങളുടെ കൈകളിൽ വിശിഷ്ടമായ കശ്ചിത് ഗ്രന്ഥഃ ഒരു ഗ്രന്ഥം വിരാജതേ ശോഭിക്കുന്നു. ഗ്രന്ഥേ അസ്മിൻ ഈ ഗ്രന്ഥത്തിൽ മലബാർ പ്രദേശേഷു മലബാറിലുള്ള അല്ലെങ്കിൽ മലബാർ പ്രദേശങ്ങളിലെ വിദ്യമാനാനാം
വനസ്പതീനാം മഹത്വം സമഗ്രതയാ പ്രസ്തൗതി. മലബാറിലെ സസ്യങ്ങളുടെ മഹത്വം മുഴുവനായും പ്രതിപാദിച്ചിരിക്കുന്നു. തേഷു പ്രായേണ, ഇവയിൽ മിക്കവാറും സർവാണി സസ്യാനി, എല്ലാ സസ്യങ്ങളും ഔഷധഗുണസമ്പന്നാനി ഭവന്തി, ഔഷധഗുണസമ്പന്നങ്ങളാകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. എല്ലാവരും നന്നായി പഠിക്കുക. എൻ്റെ വീഡിയോസും ഷോർട്സൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ജനുവരി 2 തൊട്ട് സംസ്കൃതത്തിന് വേണ്ടിയുള്ള ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ് നൽകുന്നത്. കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ക്ലാസ്സസ് യൂസ്ഫുൾ ആവുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.